സാറേ, സാറിന്റെ വീട്ടിൽ നിന്ന് കയറിപ്പോയെന്ന് കരുതി ഞാനൊരു കള്ളനോ തെമ്മാടിയൊന്നും അല്ല. അതൊക്കെ സാറിന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓ, എന്നിട്ട് താനെങ്ങനെ വീട്ടിൽ കയറി? പോടാ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറെന്താ ഈ പാടത്ത് കൃഷി ഇറക്കാത്തെ? വെള്ളമില്ലാതെ കൃഷി ചെയ്യാനുള്ള ജാലവിദ്യയൊന്നും എനിക്ക് അറിയില്ല. വെള്ളം നിന്റെ മുതലാളിമാര് കെട്ടിയടച്ചേക്കല്ലേ? ഭൂമിക്ക് മുകളിലുള്ള വെള്ളമല്ലേ അവര് കെട്ടിയടച്ചിരിക്കുന്നേ? ഭൂമിക്ക് അടിയിൽ ശ്രമിച്ചൂടെ? ഒരു കുളം കുത്തിയാൽ? എടോ, കുളത്തിന് കിണറിന് ഓരോ സ്ഥാനമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ഈ പറമ്പിൽ ആ സ്ഥാനമില്ല. ആ സ്ഥാനത്ത് കുത്തിയാൽ കുടുംബത്തിന് ദോഷമാണ്. ശരി, സമ്മതിച്ചു. വാസ്തുശാസ്ത്ര പ്രകാരം ഞാനൊരു സ്ഥാനം കാണിച്ചു തന്നാൽ പാരമ്പര്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്ഥാനം കണ്ടുപിടിക്കുന്നവരാ. സ്ഥാനത്തൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോ മാറിക്കോളും. ഇന്ന് ഞാനിവിടെ ഒരു സ്ഥാനം കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ ഭാഗത്താവാനാ സാധ്യത. ദൈവം ജലാം സ്ഥാനത്ത് കോല് കുത്തി നിന്നു. അമ്മേ, ജലദേവത അനുഗ്രഹിച്ചിരിക്കുന്നു. സാർ, ആ ബണ്ടിനിപ്പുറത്ത് ബണ്ടിന്റെ നീളത്തിലും വീതിയിലും ഒരു തോട് ഒഴിച്ചാലോ? അരുതേ, അരുതേ, അത് യമകണ്ഠ മൂലയാണ്. ആരുടെ മിണ്ടായിരടോ? സാർ, അങ്ങനെ ഒരു തോട് കീറിയാൽ ബണ്ടിനപ്പുറത്തുള്ള വെള്ളം ഉറവയായിട്ട് ഇപ്പുറത്തെത്തും. ആ വെള്ളം ചാല് കീറി ഇടത്തോട് വഴി ഒഴുക്കണം. വെള്ളം ഒഴുകുന്ന വഴിയാകുമ്പോ വാസ്തു നോക്കേണ്ട കാര്യമില്ലല്ലോ. ബുദ്ധി എന്റേതല്ല, ദാ ശങ്കരനായർ സാറിന്റെ. എടോ, അതൊക്കെ അവിടെ അങ്ങോട്ട് മാറ്റിയിട്ടോളൂ. കിഴക്കെഴുത്ത പാടത്ത് വെള്ളം കിട്ടിയാൽ തോൽക്കുന്നത് പുത്തെഴുത്തക്കാരനവരല്ലേ? എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വയം തോറ്റാലും കിഴക്കേടത്ത വാര് ജയിച്ചേണ്ട മതിയെന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാർ, മറ്റേ സാർ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങടെ. എന്തോ ചീഞ്ഞു നാർന്നില്ലേ സാർ? ആ, നാറുന്നുണ്ട്. താൻ രാവിലെ എന്റെ കാറിൽ കയറിയപ്പോത്തോട്ട് സഹിക്കുന്നുണ്ട് ഞാൻ ഈ നാറ്റം. ഓടോ, പോയി തോട് കയറിടോ. തനിക്കെന്താ അവിടെ കാര്യം? വാര്യർ സാറ് വിളിച്ചപ്പോ പോയതാ. എന്തിന്? ആ ബണ്ടിന് സമീപം വാര്യർ സാറ് നീളത്തിലൊരു തോടെടുത്തോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ പറമ്പിൽ തോടെടുക്കുന്നതിന് എന്റെ അനുവാദം എന്തിനാ? അതാണ് സാർ മാന്യത. സാറിന്റെ അനുവാദം കൂടാതെ സ്വന്തം പറമ്പിൽ പോലും ഒന്നും ചെയ്യില്ലെന്ന് അദ്ദേഹം പറയുന്നത്. രാശിയാണത്രേ, രാശി. എന്താ വലിയ ഞാൻ പറഞ്ഞോട്ടെ സാർ, സാർ സമ്മതിച്ചു എന്ന്. അതെ, പണിക്കാരെ നമുക്കിട്ട് പണി തരാൻ പോവാ. കുടിച്ചാൽ ആദ്യം കിട്ടുന്ന കൃഷ്ണവിഗ്രഹായിരിക്കും. എന്തെങ്കിലും ഒന്ന് പറ. രാഘുവാലം കഴിഞ്ഞോട്ടെ. 1 മണിക്കൂർ 18 മിനിറ്റ് രാഘുവാലം കഴിയാൻ. അതുവരെ എല്ലാവരും ചായ കുടിച്ചിട്ട്. എടാ മണ്ട, രാഘുവാലൊക്കെ എപ്പോഴേ കഴിഞ്ഞു? എവിടുന്ന് കിട്ടി സാർ ഇവനെ? നിങ്ങൾ എല്ലാവരും പണി തുടങ്ങിയ? അല്ലെങ്കിൽ വേണ്ട 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 വേണ്ട, സാറിന്റെ കാര്യസ്ഥ തന്നെ ഉൾക്കാരം ചെയ്യട്ടെ. ഇവിടെ കുഴിക്ക്. കുഴിക്കടോ. വേണ്ട വേണ്ട. എന്താണത്? എന്താണത്? അതെ, കാലിച്ചാക്കിക്കൊണ്ട് ശബ്ദോ. ഒന്നുകൂടി കിട്ടിയ നോട്ടെ. കൃഷ്ണ, ഇത് തറവാട്ടിലിരുന്ന കൃഷ്ണവിഗ്രഹമല്ലേ? ഇതിവിടെ എങ്ങനെ എത്തി? തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്ന് കിടന്നായിരിക്കുള്ളൂ. എത്ര ബോറടിച്ചാലും കൃഷ്ണൻ ചാക്കി കയറി വരൂ. ഈശ്വരൻ ചാക്കിലല്ല, പാക്കില് വരെ വരും. എന്താ കേട്ടിട്ടില്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. കരുണാമയനെ കാവൽ വിളക്കായി ഗ്രാവലിരിക്കുന്നു. ഗ്രാവലി ചെമ്മണ്ണ്. എന്ത് കാര്യസ്ഥന സാർ ഇത്? ഇതേതോ കള്ളൻ മോഷ്ടിച്ചുകൊണ്ടൊന്ന് കുഴിച്ചു മൂടിയതാണ്. ഉടനെ പിടിക്കണം. പക്ഷെ നമ്മളുടെ കയ്യിൽ തെളിവില്ലല്ലോ. എല്ലാവരോടും നോക്കി നിൽക്കാതെ വിഗ്രഹം എടുത്ത ആളുടെ തലയിൽ വെച്ചു കൊടുക്കൂ. അത് കയ്യിൽ പോയി. സൂക്ഷിച്ചെടുക്കൂ. ഇതൊരു പണിയായി പോയി കൃഷ്ണ. പൊക്കോളൂ, അവന്റെ കൂടെ പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. വെട്ടു വെട്ടു. ഏത് തെണ്ടി അവർക്ക് തോട് കീറാനുള്ള ബുദ്ധി ഉപദേശിച്ചെന്നാ മനസ്സിലാവത്തത്. ഇത്രയും കാലം ബണ്ട് കെട്ടി വെള്ളം തടഞ്ഞതും കേസ് പറഞ്ഞ് ജയിച്ചതും ഒക്കെ വെറുതെയായി. കേട്ടില്ലേ? കിഴക്കേടത്തുകാർക്ക് ലോണും പാസ്സായിന്ന്. കിഴക്കേടത്തെ ശ്രീധരൻ കൃഷി ഇറക്കിയ പിന്നെ നാട്ടിലിറങ്ങി തലപൊക്കി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും തടയണം. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീധരന് ഒരു 5-6 മാസം ആശുപത്രി കിടത്താനുള്ള വഴി. എങ്ങനെ? അത് ഏട്ടന് ഞങ്ങൾ വക്കീലന്മാർക്ക് ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം അറിയാത്തോണ്ടാ. കിട്ടി, മുഴുവൻ കിട്ടി. ശരി.
എന്താ പേര്? കൃഷ് ജയശങ്കർ, പുത്തേഴ്ത്ത് ഹൗസ്. എന്തു പറ്റിയടാ? എനിക്കൊന്നും അറിയില്ല. പണം അപഹരിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കാം, അല്ലേ ഡോക്ടർ? ഹേയ്, ശ്രീധരനെ രക്ഷപ്പെടുത്തി തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച ആൾ പണമടങ്ങിയ ബാഗ് കാഷ്വാലിറ്റിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാണ് അയാൾ? പുറത്ത് നിപ്പുണ്ട്. ഹലോ, നീ ആ പുത്തേഴത്തെ കാര്യസ്ഥനല്ലേ? അതെ, പക്ഷേ കിഴക്കെടുത്ത സാറിനെ രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുത്ത് സഹായിച്ചതും ഞാനല്ല, പിന്നെ പുത്തേഴത്തെ ജയശങ്കർ സാറാണ്. അഡ്വക്കേറ്റ് ജയശങ്കറോ? അതെ. അയാളെന്തിനാ ശ്രീധരേട്ടനെ? ഒരിക്കല് സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളല്ലേ സാർ. എത്ര ശത്രുത പുറത്തു കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളില് ആ സഹോദര സ്നേഹം കാണാതിരിക്കുമോ? അതുകൊണ്ടാണല്ലോ ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ ആശുപത്രി വിട്ടു പോകാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയത്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പുത്തേഴത്തെ ശങ്കരൻ നായർ സാർ പറഞ്ഞേൽപ്പിച്ചതാ. 2 കുടുംബങ്ങൾ ഒന്നിച്ചിന്ന് പണി കഴിപ്പിച്ച് പ്രതിഷ്ഠ നടത്തിയ ആ ഭഗവതി ക്ഷേത്രം പൂജാതി കർമ്മങ്ങളില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2 വീട്ടിലും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും. ഭഗവതിയുടെ കോപാണെന്ന പുത്തേഴത്തെ ശങ്കരൻ നായർ സാറ് പ്രശ്നം വെച്ച് പറയാൻ കഴിഞ്ഞത്. വരുന്ന കാർത്തികേടന്ന് വാര്യർ സാറിനോടൊപ്പം ഭഗവതിക്കൊരു സന്ധ്യാദീപം തെളിയിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിദ്വേഷങ്ങളും മറന്ന് ഭഗവതിയുടെ കാര്യത്തിന് ഒരുമിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മറുപടി ഉടനെ പറയണ്ട, ആലോചിച്ച് തീരുമാനിച്ചിട്ട് മതി. എന്തായാലും അദ്ദേഹം അമ്പലനടയിൽ സാറിന് വേണ്ടി കാത്തിക്കും. വരട്ടെ സാർ.